വളരെ ശാന്തമായിട്ട് നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു അടിപൊളി ഈവനിങ് ആയിരുന്നു കേട്ടോ. നല്ല തണുത്ത കാറ്റ്, പിന്നെ ആകാശത്തിൻ്റെ ഒക്കെ കളറ് നൈസായിട്ടൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് സമയം നോക്കി നിന്ന് നമ്മൾ നേരെ പൂളിലേക്ക് ഇറങ്ങി. സാധാരണ നമ്മൾ റിസോർട്ട് എടുക്കുന്ന സമയത്ത് ഒരു പൂൾ ഒരുപാട് ആളുകളുണ്ടാവും, ബഹളമായിരിക്കും. പക്ഷെ ഇതങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇത് നമ്മളേത് മാത്രമായിട്ടുള്ളൊരു പൂളാണ്. ഞാനും സൈഡിനും മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. നമുക്ക് എത്ര ടൈം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം. നമ്മൾ കുറേ സമയം വെള്ളത്തിലൊക്കെ കളിച്ചു. വെള്ളം നമുക്ക് ചെറുപ്പം മുതലേ വലിയൊരു ഇഷ്ടമുള്ള കാര്യമാണല്ലോ. നമ്മളിന്ന് ഈ റിസോർട്ടിൽ വരാനുള്ള മെയിൻ റീസൺ ഇതാണ് കേട്ടോ. ഞങ്ങളുടെ 5th വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അതിൻ്റെ ഒരു ചെറിയ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. നമ്മളൊരു ചെറിയ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നതിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഈ ഇയർ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് ഇങ്ങനെ ഒരു പ്ലാൻ വന്നിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഈ റിസോർട്ട് കണ്ടുപിടിക്കുന്നത്. നൈറ്റൊക്കെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ. നമ്മളിങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണ് വരുന്നതെന്ന് പറഞ്ഞപ്പം അവർ തന്നെയാണ് ഇതേപോലൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റ് ചെയ്യാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസ്, പിന്നെ ഒരു ചിക്കൻ ഐറ്റം, ജ്യൂസ്, സൂപ്പ്, ഇതൊക്കെ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്തിട്ട് അവരിതേപോലെ. അവിടെ എപ്പോഴും നല്ലൊരു തണുത്ത കാറ്റുണ്ടാവും. അപ്പോൾ ആ ഒരു തണുപ്പത്തിരുന്ന് ഇതേപോലെ ഫുഡ് കഴിക്കുന്നത് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. അതേപോലെ നമുക്ക് സൈഡിലേക്ക് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അതേപോലെ നമ്മുടെ നൈറ്റ് നമ്മളെ റൂമിൻ്റെ വ്യൂ ആണ് കേട്ടോ. സൈഡിൽ പൂള്, മൊത്തത്തിൽ നല്ലൊരു അടിപൊളി നൈറ്റായിരുന്നു. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കോടമഞ്ഞുണ്ടായിരുന്നു നൈസായിട്ട്. നമ്മളത്ര നേരത്തെ എഴുന്നേൽക്കാത്തതുകൊണ്ട് അത് മിസ്സായി. പൂരി ഉണ്ടായിരുന്നു, ബാജിക്കറി ഉണ്ടായിരുന്നു, ഇഡ്ഡലി ഉണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്കിഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസൊക്കെ എടുത്തു. ഇവിടുത്തെ ഫുഡ് നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ, അത് പറയാതെ വയ്യ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.